പ്രിയമുള്ള വോട്ടർമാരെ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ട പോളിംഗിന് ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ നമ്മുടെ നരിക്കുനി ഗ്രാമപഞ്ചായത്തിലെ 1 മുതൽ 17 വരെയുള്ള മുഴുവൻ വാർഡുകളിലെയും എല്ലാ സ്ഥാനാർത്ഥികളെയും പരിചയപ്പെടുത്തുന്ന ഒരു യാത്രയാണ്. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ അവരുടെ വോട്ടുകളെല്ലാം പെട്ടിയിലാക്കാനുള്ള അവസാന ശ്രമത്തിലാണ്. അവരെ നേരിട്ട് പരിചയപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. പക്ഷേ 61 സ്ഥാനാർത്ഥികൾ 17 വാർഡുകളിലുമായി ജനവിധി തേടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബ്ലോക്ക് ഡിവിഷനുകളിലേക്കും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കും എല്ലാമായി ഏകദേശം 80ഓളം സ്ഥാനാർത്ഥികളാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ പരിധിയിൽ നിന്നും മത്സരരംഗത്തുള്ളത്. എല്ലാവരെയും നേരിട്ട് കണ്ട് പരിചയപ്പെടുത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രചരണങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ യാത്രയിൽ കൂടുതലായും കാണാൻ സാധിക്കുക. നമ്മുടെ യാത്രക്കിടയിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥികളെ കണ്ടുമുട്ടുകയാണെങ്കിൽ അവരെയും നമുക്ക് പരിചയപ്പെടാം. ഏതായാലും നമുക്ക് ഓരോ വാർഡുകളിലുമായി യാത്ര തുടരാം. നരിക്കുനി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ ഇത്തവണ 3 സ്ഥാനാർത്ഥികളാണുള്ളത്. LDFിനു വേണ്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് ദേവിക തടപ്പറമ്പിൽ മത്സരിക്കുന്നു. NDAക്ക് വേണ്ടി BJPയിലെ ഷിജില കെ മത്സരരംഗത്തുണ്ട്. UDFിനു വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ PC റംലയാണ് ജനവിധി തേടുന്നത്. 2-ാം വാർഡിലേക്ക് വരുമ്പോൾ ഇവിടെ 4 സ്ഥാനാർത്ഥികളുണ്ട്. ഇടതുപക്ഷത്തിനു വേണ്ടി ഷൈജാസ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. NDAക്ക് വേണ്ടി BJPയിലെ രാധാകൃഷ്ണൻ മത്സരിക്കുന്നു. SDPIക്ക് വേണ്ടി മുഹമ്മദ് നിക്രാജാണ് മത്സരിക്കുന്നത്. UDF സ്ഥാനാർത്ഥി ഇവിടെ മുസ്ലിം ലീഗിലെ അബ്ദുൽ ജലീൽ ബേസിയാണ്. 3-ാം വാർഡിൽ 3 സ്ഥാനാർത്ഥികളാണുള്ളത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ ജസീല മജീദ് UDFിനു വേണ്ടി മത്സരരംഗത്തുണ്ട്. LDFിനു വേണ്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മറിയം കുന്നുമലാണ് ഇത്തവണ മത്സരിക്കുന്നത്. NDAക്ക് വേണ്ടി BJPയിലെ മിനിയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. 4-ാം വാർഡിലേക്ക് വരുമ്പോൾ 5 സ്ഥാനാർത്ഥികളെ കാണാം. അഷ്റഫ് അനന്തകോട്ടക്കൽ SDPIക്ക് വേണ്ടി മത്സരിക്കുമ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഉണ്ണികുമാരൻ മത്സരരംഗത്തുണ്ട്. NDAക്ക് വേണ്ടി BJPയിലെ ഗണേഷ് കുമാർ ഇവിടെ മത്സരിക്കുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ CK സലീം UDFിനു വേണ്ടി മത്സരരംഗത്തുണ്ട്. CPIഎമ്മിലെ RK സിയാ ഉൽ റഹ്മാനാണ് LDFിനു വേണ്ടി മത്സരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത് ദിവേഷ് ഏട്ടനാണ്. ദിവേഷ് ഏട്ടൻ ഇപ്പോൾ ഈ ഒരു ഗായകൻ കൂടിയാണ്. ഇപ്പോൾ ഗായക രംഗത്തേക്ക് വന്നപ്പോൾ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ കുറച്ച് പിന്നോട്ട് പോയെന്ന് തോന്നുന്നുണ്ട്. പിന്നെ എന്നാലും ഈ ഒരു ഇലക്ഷനിലൊക്കെ നല്ല രീതിയിൽ പാട്ട് എഴുതിയിട്ടില്ലേ? പാട്ട് എഴുതിയത് ഞാനല്ല, എൻ്റെ ഒരു സുഹൃത്താണ് സിജി എന്ന് പറയും. സിജി കൊട്ടാരത്തിലാണ് എഴുതിയത്. വാർഡ് 13-ാം വാർഡാണ്. പിന്നെ ആ വാർഡിലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയല്ല പാടിയത്, 5-ാം വാർഡിലെ. ഏതായാലും നിങ്ങൾ പാടിയ ഒരു പാട്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 2 വരി. വേണമീ മണ്ണിന് പദ്ധതികൾ, അതിനായി വാർഡിൽ കെൽപ്പുള്ള മെമ്പർ വേണം. നാടിതിനാവശ്യമായതെന്തും അത് തന്നിടുവാനായി പ്രാപ്തി വേണം. അതിനു വേണ്ടിയിട്ടാവണം വോട്ട് കാറിന് നൽകണം. മിടുമിടുക്കിയാം നിശ ജയിക്കണം, വാർഡ് കുതിക്കണം. 5-ാം വാർഡിലേക്ക് വരുമ്പോൾ ഇവിടെ 3 സ്ഥാനാർത്ഥികളാണുള്ളത്. വലതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിഷ EV മത്സരിക്കുന്നു. NDAക്ക് വേണ്ടി ശരണ്യ മത്സരിക്കുന്നു. CPIഎമ്മിലെ MP റുക്കിയ ടീച്ചറാണ് ഇവിടെ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. 6-ാം വാർഡിലേക്ക് വരുമ്പോൾ 4 സ്ഥാനാർത്ഥികളാണുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിയിലെ ചന്ദ്രൻ മാസ്റ്റർ NDAക്ക് വേണ്ടി ജനവിധി തേടുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ രതീഷ് NK UDFിനു വേണ്ടി ജനവിധി തേടുന്നു. CPIഎമ്മിലെ സുരേഷ് തൽപ്പടിക്കലാണ് LDFിനു വേണ്ടി മത്സരരംഗത്തുള്ളത്. ഇവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടിയുണ്ട്. ഷൈനോജ് M ആണ് 6-ാം വാർഡിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുള്ളത്. അപ്പോൾ നമ്മുടെ യാത്രക്കിടയിൽ കണ്ടുമുട്ടിയ ഒരു വോട്ടറാണ് നമ്മുടെ ഒപ്പം ഉള്ളത്, വേലായുധേട്ടൻ. എങ്ങനെ ഉണ്ട് ഇവിടെ നാട്ടിലെ വോട്ടിൻ്റെയൊക്കെ ഒരുക്കങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ? 2 ടീമും നല്ല വാശിയായ തിരഞ്ഞെടുപ്പിൻ്റെ ഇതിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒന്നിനൊന്നും മെച്ചം തന്നെയാണ്. എല്ലാ സ്ഥാനാർത്ഥികളും ആരും മോശക്കാരെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നല്ല മത്സരമാണ് ഇവിടെ നടക്കുന്നത്. നല്ല മത്സരമാണ് 2 ടീമും. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? ഇപ്പോൾ പഞ്ചായത്ത് ഭരണം ഇപ്പോൾ കഴിഞ്ഞ 5 വർഷം UDF ആയിരുന്നു. അടുത്ത 5 വർഷം UDF തന്നെ തുടരുമോ അതോ LDF പിടിക്കുമോ? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട്? വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ UDF ഈ അധികാരം പിടിച്ചെടുക്കുമെന്നുള്ളത് യാതൊരു തർക്കവുമില്ല. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി മണിക്കൂറുകൾ മാത്രമേ പോളിംഗിനായിട്ടുള്ളൂ. 7-ാം വാർഡിലേക്ക് വരുമ്പോൾ ഇവിടെ 5 സ്ഥാനാർത്ഥികളെ കാണാം. ഇവിടെ വെൽഫെയർ പാർട്ടിക്ക് സ്ഥാനാർത്ഥിയുണ്ട്. അബ്ദുൽ നാസർ T ആണ് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥി. SDPIക്ക് വേണ്ടി അബ്ദുൽ സമദ് KK മത്സരിക്കുന്നു. നമ്മളിപ്പോൾ 7-ാം വാർഡിലാണുള്ളത്. 7-ാം വാർഡിലെ SDPI സ്ഥാനാർത്ഥി സമദ് Kയാണ് ഇപ്പോൾ ഉള്ളത്. സമദ് ഖാൻ്റെ വിജയപ്രതീക്ഷകൾ എങ്ങനെയാണ്? നമ്മൾ നരിക്കുനി പഞ്ചായത്തിൽ മൊത്തം 6 വാർഡുകളിലും അതേപോലെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പാലങ്ങാട് ഡിവിഷനിലാണ് മത്സരിക്കുന്നത്. ശക്തമായ പോരാട്ടമാണ് നരിക്കുനി പഞ്ചായത്തിൽ SDPI നടത്തുന്നത്. ഒരു പ്രത്യേകത ഉള്ളത് SDPI ഒറ്റക്കാണ് മത്സരിക്കുന്നതാണ്.
മൊത്തത്തിൽ നല്ല വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. സമതുക്ക ആദ്യമായിട്ടല്ലേ ഇത്തരം ഒരു മത്സര രംഗത്തേക്ക് വരുന്നത്? അതെ, ഞാൻ ആദ്യമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കുറേ കാലമായിട്ട് പ്രവാസി ജീവിതം നയിച്ച് ഇപ്പം നാട്ടിൽ സെറ്റിൽ ചെയ്തതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ മത്സര രംഗത്തേക്ക് വരുമ്പം നാട്ടുകാരിൽ നിന്നൊക്കെയുള്ള ഒരു സമീപനം അതൊക്കെ എങ്ങനെയുണ്ട്? നല്ല സമീപനമാണ്. നാട്ടുകാരിൽ നിന്ന് ഞങ്ങൾ ഏകദേശം 3 പ്രാവശ്യം വാർഡിലെ മുഴുവൻ വീടുകളും സന്ദർശിച്ചു. എല്ലാ ആളുകളിൽ നിന്നും നല്ല സപ്പോർട്ടും നല്ല പിന്തുണയും ലഭിച്ചിട്ടുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി LDFന് വേണ്ടി അഷ്റഫ് KP മത്സരിക്കുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ CP ലൈല UDFന് വേണ്ടി മത്സരിക്കുന്നു. NDAക്ക് വേണ്ടി BJPയിലെ ശൈലജ അയ്യപ്പൻകാവിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര ഇപ്പോൾ 7ാം വാർഡിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഒരു സുഹൃത്ത് ഒപ്പമുണ്ട്. എന്താണ് ഇലക്ഷൻ, നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു ഭരണം ഇനി UDF നിലനിർത്തുമോ അതോ LDF തിരിച്ചു പിടിക്കുമോ? എങ്ങനെയാണ് ഒരു കാഴ്ചപ്പാട്? പഞ്ചായത്ത് നിലവിലിപ്പോൾ 17 വാർഡാണ്. കഴിഞ്ഞ പ്രാവശ്യം 15 ആയിരുന്നു. അപ്പോൾ ഇത് LDF ഒരു 10 സീറ്റോളം പിടിച്ചിട്ട് UDFൻ്റെ കയ്യിൽ നിന്ന് ഭരണം തിരിച്ചു വാങ്ങും എന്നുള്ളതാണ് പൊതുവെയുള്ളൊരു ചിത്രം. നമ്മളെ LDFൻ്റെ സ്ഥാനാർത്ഥി നിർണയവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഒരു പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. നല്ല ആത്മവിശ്വാസത്തിലാണ് LDF. അപ്പോൾ LDF പഞ്ചായത്ത് ഭരണം തിരിച്ചു പിടിക്കും എന്നാണ് നിതിൻ പറയുന്നത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, ഇനി അടുത്ത വാർഡിലേക്ക് പോവാം. 8ാം വാർഡിലേക്ക് വരുമ്പോൾ ഇവിടെ 3 സ്ഥാനാർത്ഥികളാണുള്ളത്. NDAക്ക് വേണ്ടി BJPയിലെ അഖിൽ, ഇടതുപക്ഷത്തിനു വേണ്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അബ്ദുൽ കരീം, UDFന് വേണ്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ അഹമ്മദ് ഷെരീഫ് TC എന്നിവരാണ് ഇവിടെ മത്സരരംഗത്തുള്ളത്. 9ാം വാർഡിലേക്ക് വരുമ്പോൾ ഇവിടെയും 3 സ്ഥാനാർത്ഥികൾ തന്നെയാണ്. ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി TP ഹരിദാസൻ മത്സരിക്കുന്നു. UDFന് വേണ്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജഗജീവൻ CP ആണ് മത്സരരംഗത്തുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിയിലെ രജീഷാണ് NDAക്ക് വേണ്ടി മത്സരിക്കുന്നത്. 10ാം വാർഡിൽ 4 സ്ഥാനാർത്ഥികളാണുള്ളത്. INLലെ സുഹറ KP LDFന് വേണ്ടി മത്സരിക്കുമ്പോൾ മുസ്ലിം ലീഗിലെ സഫീന ബഷീർ പാറക്കണ്ടിയിൽ UDFന് വേണ്ടി മത്സരിക്കുന്നു. BJPയിലെ ഷീബ അജിത് കുമാർ NDAക്ക് വേണ്ടി മത്സരിക്കുന്നു. ഇവിടെ സുഹറ എന്ന പേരിൽ ഒരു അപര സ്ഥാനാർത്ഥിയുണ്ട്. സ്വതന്ത്രരായി അവർ മത്സരിക്കുകയാണ്. ഇടതുപക്ഷത്തിലെ സുഹറ KPക്ക് അപരയായാണ് ഇവർ നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. 11ാം വാർഡിലേക്ക് വരുമ്പോൾ 3 സ്ഥാനാർത്ഥികളാണ്. UDFന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ അപർണ ഷൈജു ജനവിധി തേടുന്നു. NDAക്ക് വേണ്ടി BJPയിലെ കാഞ്ചനവല്ലിയാണ് മത്സരിക്കുന്നത്. ഇടതുപക്ഷത്തിനു വേണ്ടി രാഷ്ട്രീയ ജനതാദളിലെ ശരണ്യ പാവിട്ടിമേത്തൽ മത്സരിക്കുന്നു. 12ാം വാർഡിലേക്ക് വരുമ്പോൾ 3 സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഇവിടെയുമുള്ളത്. UDFന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഷെർലി പയ്യടി മത്സരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയിലെ ഷീജ മണിദാസ് NDAക്ക് വേണ്ടി മത്സരിക്കുന്നു. CPIMലെ ഷീന ബാബുരാജ് LDFന് വേണ്ടി മത്സരിക്കുന്നു. നമ്മുടെ യാത്ര 12ാം വാർഡിലെത്തിയിരിക്കുകയാണ്. ഇതിലൂടെ പോകുന്ന സമയത്ത് ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി അതേപോലെ ബ്ലോക്ക് നരിക്കുനി ഡിവിഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഒപ്പമുണ്ട്. നല്ല പ്രതീക്ഷയിലാണ് പോകുന്നത്. പ്രചാരണങ്ങൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലെത്തിക്കുകയാണ്. നിശബ്ദമായ പ്രചാരണമാണുള്ളത്. ബുദ്ധിമുട്ടും കാര്യങ്ങളില്ല. നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വിജയിക്കുന്ന പ്രതീക്ഷയിലാണ് പോകുന്നത്. നിലവിൽ LDFൻ്റെ ഡിവിഷൻ തന്നെയാണ്. അതെ, LDFൻ്റെ ഡിവിഷൻ തന്നെയാണ്. അപ്പം വിജയിക്കുന്ന പ്രതീക്ഷയിലാണ് പോകുന്നത്. തീർച്ചയായും എല്ലാവിധ ആശംസകളും. വാർഡ് 12ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയാണ് ഷീന ബാബുരാജ്. എന്താണ് അവസാന ഘട്ടത്തിൽ പറയാനുള്ളത്? ഇതന്നെ റംസിൻ്റെ ഭരണം തന്നെയാണ്. ഞങ്ങളെല്ലാ വീട്ടിലും കയറി നല്ല ഇതാണ്, നല്ല പ്രതീക്ഷയാണ്. ജയിക്കുമെന്നാണ് പ്രതീക്ഷ. ഓക്കെ, എല്ലാവിധ വിജയാശംസകളും നേരെയാണ്. എന്തായാലും നിങ്ങളെ വർക്ക് നടക്കട്ടെ. നമുക്ക് അടുത്ത വാർഡിലേക്ക് നീങ്ങാം. 13ാം വാർഡിലും 3 സ്ഥാനാർത്ഥികളാണുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിയിലെ അരുൺ പ്രസാദ് NDAക്ക് വേണ്ടി മത്സരിക്കുന്നു. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പ്രസാദ് മത്സരരംഗത്തുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ സുനിൽ കുമാർ തേനാറുകണ്ടിയിലാണ് UDFന് വേണ്ടി മത്സരിക്കുന്നത്. നമസ്കാരം. എന്തൊക്കെയാണ് അവസാനഘട്ട പ്രവർത്തനങ്ങളൊക്കെ? അവസാനഘട്ട പ്രവർത്തനത്തിലാണ്. തികഞ്ഞ ശുഭപ്രതീക്ഷയായിട്ടാണ് മുന്നേറുന്നത്. ഇത്തവണ നരിക്കുനി ഗ്രാമപഞ്ചായത്തിൽ തീർച്ചയായും NDAയുടെ ഒരു വൻ മുന്നേറ്റം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഈ അവസാന ഘട്ടത്തിൽ വോട്ടുകൾ പെട്ടിയിലാക്കാനുള്ള അവസാന ആ ഒരു ശ്രമങ്ങൾ, ഇന്നത്തെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ? തീർച്ചയായും ഞാനിപ്പോൾ മത്സരിക്കുന്നത് 13ാം വാർഡിൽ നിന്നാണ്. ഇവിടുത്തെ എല്ലാ ജനങ്ങളുടെ മനസ്സിലും കൃത്യമായിട്ട് ഇവിടെ ഒരു വികസനം ലഭ്യമാവാത്തതിൻ്റെ അരിശം അല്ലെങ്കിൽ ഒരു അട്ടിമറിക്കുള്ള ഒരു സാധ്യത എല്ലാ ജനങ്ങളുടെ മനസ്സിലുമുണ്ട്. കാരണം എല്ലാവരും മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റത്തിൻ്റെ ഒപ്പം ജനങ്ങളുടെ മനസ്സും സഞ്ചരിക്കുന്നതോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും മുന്നോട്ട് പോവുകയാണ്. അതുതന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശുഭപ്രതീക്ഷയും. 14ാം വാർഡിൽ 4 സ്ഥാനാർത്ഥികളാണുള്ളത്. NDAക്ക് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയിലെ ദീപ മത്സരിക്കുന്നു. LDFന് വേണ്ടി CPIMലെ ഫമിദ ഗഫൂറാണ് ജനവിധി തേടുന്നത്.
UDF വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ രേഷ്മ വളരോത്താണ് ഇവിടെ മത്സരിക്കുന്നത്. ഇവിടെ SDPIക്ക് കൂടി സ്ഥാനാർത്ഥിയുണ്ട്. റംലയാണ് SDPI സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. 15-ാം വാർഡിലും 4 സ്ഥാനാർത്ഥികളെ കാണാം. ഇവിടെ SDPIക്ക് വേണ്ടി ഹസ്ന ഷെറിൻ KK മത്സരിക്കുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ സബീന ഷംസുദ്ദീൻ ചങ്ങലാമ്പുറത്ത് UDF വേണ്ടി മത്സരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയിലെ ഷിജി NDAക്ക് വേണ്ടി മത്സരിക്കുന്നു. CPIMലെ ഗിരിജ ചന്ദ്രശേഖരൻ LDF വേണ്ടി മത്സരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തും വെൽഫെയർ പാർട്ടിയുടെ സജീവ പ്രവർത്തകനുമായ ആരിസ് ഖ നമ്മുടെ മുന്നിൽ പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പ്രതീക്ഷകൾ എങ്ങനെയാണെന്ന് ചോദിച്ചറിയാം. എങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ നിങ്ങളുടെ പ്രതീക്ഷകൾ? നമ്മൾ വ്യത്യസ്തമായ ഒരു ആവശ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് മത്സരിക്കുന്നത്. അതായത് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഇലക്ഷനിൽ ഇടപെടുന്നത്. അതായത് ഇവിടെ ജനകീയ ആസൂത്രണമായാലും മറ്റ് പഞ്ചായത്തി രാജിൻ്റെ മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ രീതിയിലുള്ള താഴേക്കിടയിലേക്ക് എത്തുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ഒരിക്കലും ഇവിടെ നടപ്പിൽ വരുത്താൻ സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുന്നില്ല. ഞങ്ങൾ അതുകൊണ്ടാണ് വ്യത്യസ്തമായ ഒരു ആവശ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിക്കുന്നത്. 16-ാം വാർഡിലേക്ക് വരുമ്പോൾ 4 സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഇവിടെയുമുള്ളത്. CPIMലെ സൗമ്യ മനോജ് കുമാർ LDF വേണ്ടി മത്സരിക്കുന്നു. SDPIക്ക് വേണ്ടി ഷാഹിദയാണ് ഇവിടെ മത്സരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയിലെ രജന C NDAക്ക് വേണ്ടി മത്സരിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ അപർണ നടുവിലെടുത്ത് UDF വേണ്ടി മത്സരിക്കുന്നു. 17-ാം വാർഡിൽ 3 സ്ഥാനാർത്ഥികളാണുള്ളത്. UDF വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ജൗഹർ പൂമംഗലം മത്സരിക്കുന്നു. LDF വേണ്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി OP യൂസഫാണ് മത്സരരംഗത്തുള്ളത്. NDAക്ക് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയിലെ വിപിനാണ് മത്സരരംഗത്തുള്ളത്. അപ്പോൾ നമ്മുടെ യാത്ര 17 വാർഡുകളും പൂർത്തിയാക്കിയിരിക്കുകയാണ്. അവിടെയുള്ള എല്ലാ സ്ഥാനാർത്ഥികളെയും പരിചയപ്പെട്ട് കഴിഞ്ഞു. പൊതുവെ പരിശോധിച്ചാൽ അപരശല്യം വളരെ കുറവാണ്. കേവലം ഒരു വാർഡിൽ മാത്രമാണ് ഒരു അപര സ്ഥാനാർത്ഥിയെ കാണാൻ കഴിഞ്ഞത്. നമ്മുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശം നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിക്ക് തന്നെ ലഭിക്കേണ്ടതുണ്ട്. അതിന് ഈ ഒരു പരിചയപ്പെടുത്തൽ ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങളുടെ ഈ ഒരു യാത്രയിൽ സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.